നമസ്കാരം. സൗഹൃദങ്ങളും ബന്ധങ്ങളും പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ല എന്ന് നമ്മൾ വിശ്വസിച്ചു പോന്നിട്ടുണ്ട് അല്ലേ? എന്നാൽ ആ പഴയ വിശ്വാസങ്ങളെ തിരുത്തി കുറിച്ചുകൊണ്ട് ഇന്ത്യയിൽ പുതിയൊരു ബിസിനസ് വളർന്നു വരികയാണ്. ഏകാന്തതയും തിരക്കേറിയ ജീവിതശൈലിയും വർദ്ധിച്ചു വരുന്ന ഈ പുതിയ കാലത്ത് കമ്പാനിയൻഷിപ്പ് സർവീസസ് അല്ലെങ്കിൽ പണം നൽകി സുഹൃത്തുക്കളെ വാടകയ്ക്കെടുക്കുന്ന രീതി ഇന്ത്യയിൽ വൻ പ്രചാരം നേടുകയാണ്. ബാഡ്മിൻ്റൺ കളിക്കാൻ ഒരു പങ്കാളിയെ വേണോ? അതോ വൈകുന്നേരം പാർക്കിലൂടെ നടക്കുമ്പോൾ സംസാരിക്കാൻ ഒരാൾ കൂടെ വേണോ? അതുമല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാൻ ഒരു കൂട്ട് വേണോ? ഇതിനെല്ലാം ഇപ്പോൾ ഇന്ത്യയിൽ പണം നൽകിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കൊന്ന് അറിയാം എന്താണ് ഈ പെയ്ഡ് ഫ്രണ്ട്ഷിപ്പ് എന്നാൽ. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അതായത് നിശ്ചിത തുക ഫീസായി നൽകിയാൽ ഒരു സുഹൃത്തിനെ മണിക്കൂർ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകുന്നതാണ് ഈ രീതി. വാഹനങ്ങളൊക്കെ റെന്റിനെടുക്കുന്നത് പോലെ. ഇതിൽ ശാരീരികമായ അടുപ്പങ്ങളോ മറ്റു നിയമവിരുദ്ധമായ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുന്നില്ല. തികച്ചും മാന്യമായ സൗഹൃദം മാത്രമാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വാഗ്ദാനം ചെയ്യുന്നത്. മെട്രോ നഗരങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന യുവാക്കളും മക്കൾ വിദേശത്തായത് കാരണം വീട്ടിൽ തനിച്ചായിപ്പോയ പ്രായമായവരുമാണ് ഇത്തരം സേവനങ്ങളുടെ പ്രധാന ഉപഭോക്താക്കൾ. കാലം പോയൊരു പോക്ക് അല്ലേ? കാരണം ഇപ്പോൾ ആരും ഇല്ലല്ലോ, കുറേ പേർ ചുറ്റും ഉണ്ടെങ്കിലും. ഒരാൾക്ക് തൻ്റെ മാനസികമായ സമ്മർദ്ദങ്ങൾ പങ്കുവയ്ക്കാനും ഏകാന്തത മാറ്റാനും ഈ ഒരു പെയ്ഡ് ഫ്രണ്ട്ഷിപ്പിലൂടെ സാധിക്കുന്നു. സൗഹൃദത്തിനൊരു കച്ചവട സ്വഭാവം കൈവന്നതോടെ ഇതിനായി ഈടാക്കുന്ന തുകയും നിസ്സാരമല്ല. ഒരു ബാഡ്മിൻ്റൺ പ്ലെയറെ കൂട്ടിന് വിളിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് വ്യായാമം ചെയ്യാനോ ഒക്കെയായി മണിക്കൂറിന് 100 കണക്കിന് രൂപയാണ് ഈടാക്കുന്നത്. ചില പ്രീമിയം സർവീസുകൾക്ക് മണിക്കൂറിന് 1000 രൂപയ്ക്ക് മുകളിൽ വരെ ഫീസ് നൽകേണ്ടി വരുന്നുണ്ട്. ഉപഭോക്താവിൻ്റെ താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ചുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ഇത്തരം ഏജൻസികൾ നൽകുന്നുണ്ട്. വെറുതെ സംസാരിച്ചിരിക്കാൻ മാത്രമായി ആളുകളെ വാടകയ്ക്ക് എടുക്കുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ടൊക്കെ ആളുകൾക്ക് ഇഷ്ടംപോലെ ആളുകൾ ചുറ്റുമുണ്ടായിരുന്നു, സംസാരിക്കാൻ സമയമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം കണ്ടെത്തിയാലും ആളുകളില്ല. സോഷ്യൽ മീഡിയയിലൂടെ ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ സംസാരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് പലരെയും ഇത്തരം സേവനങ്ങളിലേക്ക് നയിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കാണും, ഒരുപാട് ഫ്രണ്ട്സും കാണും. പക്ഷെ ഒരു പ്രശ്നം വന്നാൽ ആരോട് പറയുമെന്നറിയാതെ നമ്മൾ നിൽക്കും. ഏതായാലും ജപ്പാനിലും അമേരിക്കയിലും വർഷങ്ങളായി നിലനിൽക്കുന്ന റെന്റ് എ ഫ്രണ്ട് സംസ്കാരം ഇപ്പോൾ ഇന്ത്യൻ വിപണിയിലും ശക്തമായി ചുവടുറപ്പിക്കുകയാണ്. നഗരങ്ങളിലെ ഒറ്റപ്പെട്ട ജീവിതവും അയൽപ്പക്ക ബന്ധങ്ങളുടെ തകർച്ചയും ഇതിന് പ്രധാന കാരണമായി സാമൂഹിക നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. നമുക്കിപ്പോൾ സ്വന്തമായിട്ട് ബന്ധുക്കൾ ഇല്ലെങ്കിൽ പോലും നല്ല അയൽപക്കക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അയൽപക്കങ്ങളെയും ആരും ആശ്രയിക്കുന്നില്ല. മനുഷ്യവികാരങ്ങളെ പോലും കച്ചവടവൽക്കരിക്കുന്ന ഒരു വിപണിയായി സൗഹൃദം മാറുന്നത് വലിയൊരു സാമൂഹിക മാറ്റത്തിൻ്റെ സൂചനയാണ്. നല്ലതാണോ ചീത്തയാണോ ഈ മാറ്റമെന്ന് നമുക്ക് പറയാൻ പോലും കഴിയുന്നില്ല അല്ലേ? അപരിചിതരായ വ്യക്തികളെ കൂട്ടിന് വിളിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കർശനമായ പരിശോധനകളൊക്കെ ഏതായാലും നടത്തുന്നുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആളല്ലേ, എത്രക്കാരനാണ് എത്രക്കാരിയാണ് എന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ കൃത്യമായിട്ടുള്ള പരിശോധനകളൊക്കെ അവർ നടത്തും. സേവനം നൽകുന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കാനും KYC നടപടികൾ പൂർത്തിയാക്കാനും ഏജൻസികൾ ശ്രദ്ധിക്കുന്നു. എങ്കിലും ഇത്തരം ബന്ധങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിരിക്കും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, നമ്മളെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ നമ്മൾക്കൊപ്പം ഉള്ളതുപോലെയാണോ ഒരാളെ പണം കൊടുത്ത് നമ്മൾ വിളിച്ചു വരുത്തിയാൽ എന്നതാണ് ചോദ്യം. പണം തീരുന്നതോടെ അവസാനിക്കുന്ന ഈ സൗഹൃദങ്ങൾ മനുഷ്യരിലെ ഏകാന്തതയ്ക്ക് ശാശ്വത പരിഹാരമാകുമോ അതോ വ്യക്തികളെ കൂടുതൽ ഒറ്റപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളും നടക്കുന്നുണ്ട്. ബന്ധങ്ങൾ പണം നൽകി വാങ്ങുന്ന ഈ രീതി മാറുന്ന ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ്. വികാരങ്ങൾക്കും ബന്ധങ്ങൾക്കും വിലയിടേണ്ടി വരുന്ന ഈ കാലഘട്ടം നമ്മുടെ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഏകദേശം ഇപ്പോഴേ ഒരുപാട് കാര്യങ്ങളിൽ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ ഈ ഒരു റെന്റ് എ ഫ്രണ്ട് സംസ്കാരമൊക്കെ ഏത് തരത്തിലായിരിക്കും മാറ്റിമറിക്കുക നമ്മുടെ സമൂഹത്തെ എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ പണം കൊടുത്ത ഒരാളെ വിളിക്കുന്നു, ആ പണത്തിൻ്റെ സമയം കഴിയുമ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തേക്കാണ് വിളിക്കുന്നതെങ്കിൽ ആ സമയം കഴിയുന്നതോടുകൂടി അയാൾ അന്യനാകുന്നു അല്ലെങ്കിൽ അവൾ അന്യയാകുന്നു. പിന്നീട് വീണ്ടും തുടർന്ന് ഒറ്റയ്ക്കുള്ള യാത്ര, ഒറ്റയ്ക്കുള്ള നിമിഷങ്ങൾ. പൈസ കണ്ടെത്താൻ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതും ദൂരത്താണ്, അതും അവർക്ക് സാധിക്കുകയില്ല. മനുഷ്യർ ഓൾറെഡി ഇപ്പോൾ ഒരു യന്ത്രം പോലെയാണ് ജീവിക്കുന്നത്. അതിൻ്റെ കൂടെ ബന്ധങ്ങളും വികാരങ്ങളും കൂടി യാന്ത്രികമാകുന്നു എന്ന് പറയുമ്പോൾ ഇനി പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് ഇന്ത്യൻ സംസ്കാരം മാറുമോ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഏകദേശം അങ്ങനെയായി കഴിഞ്ഞുവെങ്കിലും
പാശ്ചാത്യ സംസ്കാരങ്ങളെ അനുകരിച്ച് ഏതായാലും ഇതുവരെയായി. പിന്നെ ഒരുപക്ഷം ആളുകൾ ചോദിക്കാം, ഇതൊരു ആവശ്യകത കൂടിയല്ലേ, കാലത്തിൻ്റെ ഒരു ആവശ്യം കൂടിയല്ലേ, ആർക്കും സമയമില്ലാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾക്ക് ഇവിടെ കുറച്ച് സാധ്യത കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ശരിയാണെന്നോ തെറ്റാണെന്നോ വിധിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഗതികളിലാണ് നമ്മളിപ്പോൾ. ഏതായാലും ഈ റെന്റ് എ ഫ്രണ്ട് അല്ലെങ്കിൽ പണം കൊടുത്ത് സുഹൃത്തുക്കളെ മണിക്കൂർ അടിസ്ഥാനത്തിൽ വാങ്ങിക്കുന്നതിനെ പറ്റി നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? നിങ്ങളുടെ വിചാരങ്ങൾ, ആശയങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറിക്കൂ.